നല്ല ആവി പറക്കണ ഒരു വിഭവം പ്ലേറ്റിലേക്ക് ടപ്പ് ചെയ്ത് കൊട്ടിയിട്ട് ബിസ്മില്ല എന്നും പറഞ്ഞിട്ട് നല്ല ചൂടോട് കൂടി തന്നെ എടുത്ത് ഇങ്ങനെ വായിൽ വെക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ആഫ്രിക്കക്കാരൻ്റെ വീഡിയോ. അപ്പോൾ ഇതൊരു ആഫ്രിക്കൻ വിഭവമാണ് കേട്ടോ, കസാവ ഫൂഫു. അപ്പോൾ ഈ പറഞ്ഞ കസാവ ഫൂഫു ഉണ്ടാക്കുന്നത് ഈ കപ്പ വെച്ചിട്ടാണ്. കപ്പ, പൂള, കൊള്ളി എന്നൊക്കെ പറയില്ലേ. ഇത് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനിയിപ്പോൾ നല്ലോണം അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കും, അതിങ്ങനെ വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ട് വരും. ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പരുവത്തിനായിട്ടുണ്ടാവും. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അതായത് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടോടുകൂടി തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് തട്ടിയിടണം. പിന്നെ അവരിടുന്ന പോലെ പട്ട ചെയ്തിടാനൊന്നും നമുക്ക് പറ്റില്ല. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആഫ്രിക്കക്കാരൻ ചേട്ടൻ കഴിക്കുന്ന കസാവ ഫൂഫു റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറി കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ആ ഒരു കപ്പയുടെ ടേസ്റ്റ്, അതിൻ്റെ ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. പിന്നെ അവരിത് എവിടെയോ പോകാനുള്ള പോലെ ധൃതി പിടിച്ചാൽ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ വായിലിടുന്നതൊക്കെയാണ് വീഡിയോയിലുള്ളത്. അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വായൊക്കെ പൊള്ളും. അപ്പോൾ ടേസ്റ്റ് അറിയാനായിട്ട് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.